ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തിയറി എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇറക്കിയേക്കാട്ടാ. നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി മെട്രോ കയറാൻ വന്നേക്കാം. നമ്മൾ കയറി വരുമ്പോഴേക്കും നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടാവുന്നു കേട്ടോ. നമ്മൾ മെജസ്റ്റിക്കാണ് ടിക്കറ്റ് എടുത്തേക്കണേ. 33 രൂപയാണ് വന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ബാംഗ്ലൂർ ട്രാഫിക് കാരണം കൂടുതൽ ആൾക്കാർ മെട്രോ ആയിട്ടാണ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ മെജസ്റ്റിക്ക് എത്തി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ സൈഡിലായിട്ട് എന്താ ആനയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ടാവുന്നു കേട്ടോ, ഷോപ്പ് പീസായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല വുഡനിൽ ഇങ്ങനെ കാർവ് ചെയ്തെടുത്ത പോലെ ആവുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഓരോരോ ബാമ്പൂമിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാണ്. മെട്രോ എന്ന് ഇറങ്ങിയത് അവിടെ ഉണ്ടോ, ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാട്ടോ. നമ്മളപ്പോൾ ഈ വഴിയായിട്ടാണ് നമ്മൾ മെട്രോയ്ക്ക് പോണേ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോണേ. കുറേ പേർക്കൊന്നും അത് അറിയില്ല. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടാട്ടോ ടിക്കറ്റ് കിട്ടി ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എക്സ്കലേറ്ററൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാക്കെ എടുക്കാനായിട്ട് നമ്മൾ ട്രെയിൻ. പക്ഷെ നമുക്ക് അറിയുണ്ടാവുന്നില്ല. നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ നോക്കിയപ്പോൾ പേര് വെച്ചപ്പോൾ മനസ്സിലായേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങി ഓടിയിട്ട് നമ്മൾ ലോക്കലിലാണ് പോകണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കലിൽ ഓടിക്കേറി. അത്യാവശ്യം തിരക്കുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 സമൂസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമൂസയ്ക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ പേയ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഓപ്പോസിറ്റ് ഈ ചേട്ടനാട്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് തന്നെ. പിന്നെ ഗൂഗിൾ പേ റെഡി ആയപ്പോൾ നമ്മുടെ ആൾക്ക് പൈസ അയച്ചെടുത്തു കേട്ടോ. പിന്നെ ഏട്ടാ ശരിക്കുള്ള കോമഡി ഉണ്ടായേ. ഇതൊക്കെയാണ് സമൂസ ഈ ചെക്കൻ വാങ്ങിച്ചതാ. ഇവൻ ഹിന്ദിക്കാരനാണ്. അവൻ നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ വേണ്ടി വന്നതാട്ടാ. അവൻ ഏതോ കടയിലാണ് നിൽക്കണേ. നമ്മൾ സംസാരിച്ച് കമ്പനിയെ സ്നേഹത്തിൽ വാങ്ങിച്ചതായ ചെക്കന് നമ്മളുടെ ഏജ് ഉള്ള കേട്ടോ, വെറും 19 വയസ്സായിട്ടുള്ള. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സമൂസ വായ വയ്ക്കാൻ കൊള്ളത്തില്ലാന്നില്ല. പിന്നെ നമ്മൾ കളയേണ്ടി വന്നത്. അങ്ങനെ 10.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാ. ആ തൃശ്ശൂർ എന്നുള്ള ബോർഡ് കണ്ടപ്പോണ്ടല്ലോ എൻ്റെ മോനെ ഒടുക്കത്തെ സന്തോഷമായിരുന്നു. സ്റ്റേഷൻ അടുത്തെത്തും തോറും ഇങ്ങനെ സന്തോഷം കൊണ്ട് എന്താ പറയുക, ശരിക്കും അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ പുലർച്ചെ ഒരു 2:30 എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ കയറി ഉറങ്ങി ഇത്ര നേരം. വേറെ ഒന്നുമില്ല, നാട്ടിലേക്ക് ആ സമയത്ത് ബസ് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു 5:45 സമയമായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വെയിറ്റിംഗ് റൂമിൽ ഇരുന്നുറങ്ങിയാൽ നല്ല ക്ഷീണം ഉണ്ടാവുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അടുത്ത ബസ് പിടിച്ചു. ഗുരുവായൂർ ഭാഗത്തേക്ക് പുലർച്ചെ ബസ്സായിട്ടാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് പകുതിക്ക് വെച്ച് ഇറങ്ങേണ്ടി വരും. അവിടെ നിന്ന് അച്ഛനെ വിളിച്ച് അച്ഛനെ നമ്മളെ എടുക്കാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോൾ ഫുഡ് അടിക്കാൻ പോയി. കുറേ കാലത്തിന് ശേഷം കഴിക്കണ കാലം തോന്നുന്നു. അയ്യോ, വീട്ടിലത്തെ മീൻകറിയും ആ മീൻ വറുത്തതും എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം സ്വന്തം പ്ലേറ്റിൽ ചോറിട്ട് കഴിക്കണ ഫീൽ ഉണ്ടല്ലോ. അയ്യവാ. അമ്മ അച്ഛന് രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല. അവർ വോയിസ് അയച്ചിട്ടുണ്ടാവുന്നു വാട്സപ്പിൽ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ട് വന്നാൽ ഇത് കഴിച്ചതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഓരോന്ന് എവിടേക്ക് കഴിക്കണമെന്ന് അറിയാം. നമ്മൾ മീൻ വറുത്തത് ഫുള്ള് എടുത്ത് കഴിച്ചു കേട്ടോ. ഈ മീനിനെ ഞങ്ങളുടെ അവിടെ വെളൂരി എന്നാട്ടാ പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ മീൻകറി മീൻ വറുത്തതും കൂട്ടി വയറ് ഫുൾ ടാങ്ക് ആവണ വരെ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 3 മണി 4 മണി വരെ കിടന്നുറങ്ങി. അതിനുശേഷം ചായ കുടിക്കാൻ എണീറ്റു. പച്ചപ്പത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അതാട്ടാ കഴിച്ചത്. അതിനുശേഷം നമ്മൾ ഗുരുവായൂർക്കൊന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ. ഗുരുവായൂർ അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നദാനം കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യൂ ആണ് ഈ കാണണേ. 2 ലൈനായിട്ട് തിരിച്ചേക്കണം. പക്ഷേ ആകെ കട്ട പിടിച്ചിട്ട് നിൽക്കണം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കാവുന്നു. ഇപ്പോൾ ആണോ വണ്ടിയിലത്തെ പച്ചക്കറി എല്ലാം നാളേക്ക് എടുക്കാനുള്ളതാട്ടാ. എത്രത്തോണ്ട് ലോഡാല്ലേ. ഇതുപോലത്തെ ഒരു 2-3 വണ്ടികൾ ലോഡോടക്കന്നെ പോകണമെന്ന് ഞാൻ കണ്ടു കേട്ടോ. ഇതുപോലത്തെ ചെമ്പുകളിലായിട്ടാ ഇവിടെ ഭക്ഷണം പാകം ചെയ്യണേ. കുറേ ചെമ്പുകളുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയത് പടിഞ്ഞാറേ നടക്കാട്ടോ. അവിടെ ഉണ്ടാകുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും മറ്റും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന അറ്റം വരെ പോയിട്ട് നമ്മൾ റിട്ടേൺ വന്നു. റിട്ടേൺ വരുമ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. നാളത്തേക്കുള്ള ഫുഡിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം. ഗുരുവായൂർ ദേവസ്വത്തെ ആൾക്കാരെന്നെയായിട്ട് എല്ലാത്തിനും നേതൃത്വം കൊടുക്കണേ. പച്ചക്കറികളും സാധനങ്ങളൊക്കെ വഴിപാടായിട്ടും അവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. ഇവിടെ സ്വർണ്ണാഭരണങ്ങളും കാറൊക്കെ ആയിട്ട് ഇവിടെ വഴിപാടായി ആൾക്കാർ കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഗുരുവായൂരത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ റിട്ടേൺ പോവാ. അങ്ങനെ നമ്മൾ പിറ്റത്തെ ദിവസം ചൂണ്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ജെസ്സിനായിട്ടാണ് ഇറങ്ങിയത്. ഇതാണ് നമ്മൾ ചൂണ്ടാൻ വന്ന സ്പോട്ട്. കിഡിലൻ സ്പോട്ടായിരുന്നു. അഴിമുഖം, ചാവക്കാട് അഴിമുഖം എന്ന് പറയും. ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടത്. നല്ല സൺസെറ്റൊക്കെ കണ്ട് നല്ല വൈബായിരിക്കാം. അതുമാത്രമല്ല ഫിഷിങ് ക്രേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്ന് ചൂണ്ടാൻ പറ്റിയ നല്ല സ്പോട്ടാട്ടത്. നമ്മൾ മോർണിംഗ് ആണ് എത്തിയത്. അപ്പോൾ മോർണിംഗ് പോയിട്ട് ചൂണ്ടിയിട്ട് കിട്ടിയ മീനാണത്. നച്ചറാന്ന് പറയും. ഇതിൻ്റെ മുള്ളു കുത്തിയ ജീവൻ പോണ വേന കേട്ടാ. നല്ല കടച്ചിലാ, പെട്ടെന്നൊന്നും വേന മാറില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ എൻ്റെ തലയ്ക്ക് കയറി പിടിച്ചാൽ പിന്നെ അത് ഇളകില്ല. അതുപോലെ തന്നെ ഞാനായിട്ട് ചൂണ്ടണേ.
അപ്പോൾ എനിക്കും കിട്ടി കുറേ മീൻ. നല്ല രസമായിട്ടോ, ഇടാ വലിക്കുക നല്ല രസമായി മീൻ വരുന്നത് കാണാൻ. അപ്പോൾ നമുക്ക് പല പല വെറൈറ്റി ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടിയിട്ടാ. അതിൽ കൂടുതലും കിട്ടിയത് ഈ നച്ചറാന്ന് പറയുന്ന ഈ വെറൈറ്റി തന്നെയാണ്. ഇവർ കൂട്ടത്തോടെ ഒന്ന് അറ്റാക്കിക്കണ കാലം സിമ്പിളായിട്ടാണ് പിടിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ വെറൈറ്റി തന്നെയും കുറേ കിട്ടിയിട്ടാ. കാണാൻ ചമ്പലിയുടെ കുട്ടി പോലെ ഉണ്ടെങ്കിലും ഇതൊരു ഏരിയയിലെ വർഗ്ഗത്തിൽ പെട്ടതായിട്ടാട്ടാ. അപ്പോൾ ഫിഷിങ് ഇഷ്ടമുള്ള ആൾക്കാർക്കായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണണേ. ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറിയാൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാട്ടോ. അപ്പോൾ അന്നത്തെ ഫിഷിങ് നിർത്തിയിട്ട് പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്കാട്ടാ പോയേ. നമ്മൾ രാത്രിയായിട്ടാണ് മാമൻ്റെ വീട്ടിൽ എത്തി, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പല്ലയിച്ച് ഇറങ്ങിയപ്പോൾ മാമനെ അവിടെ പത്രം വായിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാമൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, വാ അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകാന്ന്. കേട്ട പതി കേൾക്കാത്ത പതി നമ്മൾ മാമൻ്റെ വണ്ടി കയറിയിരുന്നു. മാമൻ്റെ വീട് വരുന്നത് പേരാമംഗലം കേട്ടോ. പേരാമംഗലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അവിടെ സീസൺ അല്ലാത്ത ടൈമിൽ നമ്മൾ എപ്പോൾ പോയാലും രാമൻ അവിടെ ഉണ്ടാവും കേട്ടോ. രാമൻ മാത്രമല്ല ദേവിദാസനും ഉണ്ടാവും. അവരെ നീരാട്ടും എല്ലാം കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ചായക്കടയുടെ അടുത്തെത്തിയിട്ടാ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നമ്മുടെ ചായക്കട വരുന്നത് റൈറ്റ് സൈഡിലാണ് നീലപ്പെയിൻ്റ് അടിച്ചതാട്ടാ. അങ്ങനെ നമ്മൾ ചായക്കട പോയിട്ട് എനിക്ക് 2 ഇഡ്ഡലിയും 2 വടയാട്ടാ പറഞ്ഞ, മാമന് 2 ഇഡ്ഡലിയും 1 വടയാട്ടാ പറഞ്ഞ. ഞാൻ കുറേ കാലത്തിന് ശേഷമായിട്ടത് കഴിക്കണേ. അപ്പോൾ ഒരു വ്യത്യാസമില്ല കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ പണ്ടത്തെ അതേ ടേസ്റ്റ്, ഇഡ്ഡലിയും വടയായാലും. ഇതാട്ടാ കടയുടെ ഓണർ ചന്ദ്രേട്ടൻ, ഓൾ ഇൻ ഓൾ. ആളെ തന്നെയായിട്ട് ഇവിടുത്തെ എല്ലാം നോക്കി നടത്തണേ. ഇഡ്ഡലിയും വടയും കൂടാതെ നമ്മൾ 2 ചായയും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. മാമൻ്റെ വണ്ടിയിൽ തന്നെയായിട്ട് നമ്മൾ റിട്ടേൺ പോകണേ. മാമനെ പണിക്ക് പോകാനാണ്. ചെറുപ്പത്തിൽ എവിടേക്ക് പോകണമെങ്കിലും മാമൻ്റെ വണ്ടിയിൽ തന്നെയായിട്ടാ പുറത്തേക്ക് പോവുക. അപ്പോൾ നമുക്ക് മാമൻ്റെ വണ്ടി പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ മാമ അടുക്കളയിൽ പണിയെടുക്കാറുണ്ട് കേട്ടോ. ചൂടുണ്ടാക്കുക, ചൂടുവെള്ളം. ഈ അടുക്കള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓരോ ഓർമ്മകൾ വരും കേട്ടോ. പണ്ട് അച്ചാച്ചുള്ള സമയത്ത് മേലെ വലിയ കൊഞ്ചിനൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടായിരുന്നു. തൊട്ടടുത്ത് നോക്കിയപ്പോൾ നമ്മളൊരു ചിമ്മിണി ഉണ്ട് കേട്ടോ. അപ്പോൾ കത്തിച്ചെടുക്കുക ഒരു പൂതി. അത് കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് അമ്മാമ്മ 2 ബബ്ലൂസ് നാരങ്ങ ഉണ്ട്, അത് പൊട്ടിച്ചരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ 2 എണ്ണം നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ നമുക്ക് എത്താവുന്ന ദൂരത്ത് അറിഞ്ഞില്ല. അപ്പോൾ ഒന്ന് തോടിയെടുക്കാൻ വേണ്ടി പോയി. ഇതിപ്പോൾ സീസൺ ടൈം അല്ലാത്ത കാരണമാണ്. സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നിറച്ച് ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിട്ട് കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മയും ഞാനും കൂടി പുറത്തേക്ക് ഇറങ്ങി തോട്ടിയൊക്കെ എടുത്തു. എനിക്കാണെങ്കിൽ പറമ്പിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ പറമ്പിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ സ്ഥിരം കാഴ്ചയായ വാഴക്കൊല തന്നെയാട്ടോ എല്ലായിടത്തും നിൽക്കണേ. ഞാൻ ഇതൊക്കെ ചുറ്റിക്കറങ്ങി കാണുമ്പോഴേക്കും അമ്മാമ്മ പോയിട്ട് തോട്ടിയെടുത്ത് വന്നത് പൊട്ടിക്കാൻ നോക്കാട്ടോ. ഞാനാണെങ്കിൽ പെട്ടെന്ന് അവിടെ സ്റ്റക്കായി. അമ്മാമ്മ പെട്ടെന്ന് ഇങ്ങനെ വലിക്കാൻ കണ്ടപ്പോൾ മേത്ത് വീഴുന്ന് പേടിച്ചിട്ട്. ഭാഗ്യത്തിന് മേത്ത് വീണില്ല. പുള്ളിക്കാരിയുടെ അടുത്ത് കൂടി ആയിട്ടാ പോയേ. ഞാൻ പറഞ്ഞതാ ഞാൻ വന്നിട്ട് പൊട്ടിക്കാന്ന്. പറഞ്ഞാൽ കേൾക്കില്ല. കുട്ടിക്ക് പിടിവാശി ലേശം കൂടില്ല. നല്ല ആക്റ്റീവ് ആട്ടാ അമ്മാമ്മ എല്ലാ കാര്യത്തിലും. അങ്ങനെ അമ്മാമ്മ അവസാനം ആ കൊമ്പിലുണ്ടാവുന്ന ഒരെണ്ണോട്ടിയും പൊട്ടിച്ചിട്ടു കേട്ടാ. അതാണെങ്കിൽ ഉരുണ്ട് നേരെ വന്ന് നമ്മുടെ കാലിലടിക്കുക. കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. സീസണില്ലാത്താലും വലിയ വലിപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള കോഴിക്കുട്ടിക്കാട്ടാ പോയേ. കോഴികൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. പക്ഷേ കോഴികളൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാത്തിനും പട്ടി പിടിച്ചിട്ടുണ്ടോ എന്നാ പറഞ്ഞത്. തൊട്ട് സൈഡിൽ നോക്കിയപ്പോൾ ഒരു മാങ്ങ വീണ് എടുക്കണുണ്ട് കേട്ടോ. അധികം മൂപ്പൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് മാങ്ങ വീണാൻ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു മാവുണ്ട്. അവിടെ നിന്നിട്ടാ മാങ്ങ വീണാക്കണം. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ വന്ന് നോക്കും വല്ല മാങ്ങ വീണ്ടോ നോക്കാൻ, കണ്ണിമാങ്ങകളിട്ടാ. അപ്പോൾ അതൊക്കെ ഇട്ട് ഉപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തൊട്ട് സൈഡിൽ ആരോ വല്ല സൗണ്ട് ഇട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ കോഴിക്കളനെ കണ്ടത്. ഇവനും ഇവൻ്റെ ഗ്യാങ്ങായിട്ട് വന്നിട്ടാണ് നമ്മുടെ കോഴികളൊക്കെ പിടിച്ചിട്ട് പോകാറ്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടാ. നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാട്ടാ പോയേ. വീട്ടിൽ രാത്രി കഴിക്കാനായിട്ട് അമ്മയും അച്ഛനും അൽഫാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള അടിപൊളി സാധനമായിരുന്നു. കുറേ കാലത്തിന് ശേഷമായിട്ട് നമ്മൾ അൽഫാമൊക്കെ കഴിക്കണേ. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു ഇതിന്. അങ്ങനെ അൽഫാം കഴിച്ച ശേഷം നമ്മൾ പ്രേമലു സിനിമയ്ക്കൊക്കെ പോയിട്ടാ. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കൂട്ടാനല്ലപ്പം ധൃതിയിൽ ഇറങ്ങിയ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ കൂട്ടാൻ്റെ വീട്ടിലേക്കാട്ടാ പോയേ. അവൻ്റെ വീട്ടിലടങ്ങാൻ നല്ല വലിയ സൈസുള്ള ഒരു അരവണ കിടക്കുന്നുണ്ട്. നമ്മൾ 3 എണ്ണത്തിനായിട്ട് ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ടാവുന്നത്. എൻ്റെ സൈസ് ഉണ്ട് ഈ ടാങ്ക്. അപ്പോൾ 3 എണ്ണത്തിന് ഇതിലിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ 2 എണ്ണത്തിന് അവൻ വിറ്റു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ഒരെണ്ണം കൂടിയാൽ ബാക്കിയുള്ളൂ. എന്താ ഇളക്കാത്തതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത് ഫുഡ് കൊടുത്തുള്ള ഫുഡൊക്കെ അടിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊരു അരവണ ഉണ്ടാവുന്നു കേട്ടോ. പക്ഷേ അക്കൂരത്തിൽ കൊള്ളാത്ത തന്നെ നമ്മൾ അതിനെ വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതിന് ഫുഡായിട്ട് ചെമ്മീനും ചാളക്കഷ്ണമൊക്കെ ആയിട്ടാണ് കൊടുക്കണം. അരവണ ഒരു ലക്കി ഫിഷാട്ടാ ശരിക്കും. ഇവൻ്റെ വീട്ടിൽ അരവണ മാത്രമല്ല കേട്ടോ, ഗപ്പീസും ഉണ്ട്. ഇതിപ്പോൾ റെഡിൻ്റെ പേരാ. അതുപോലെ തന്നെ സൈഡിലായിട്ടാണ് 7 കളറും മറ്റേ പെർപ്പിൾ മോസൈക്കും എല്ലാം ഉണ്ട്. എനിക്കുണ്ടാവുന്നു കേട്ടോ ഗപ്പി പ്രാന്ത്. അത് കഴിഞ്ഞ് നമ്മൾ ചൂണ്ടാനായിട്ടാണ് പോയേ. ഇവൻ്റെ വീടിൻ്റെ പിന്നിലായിട്ടാണ് നമ്മൾ ചൂണ്ടാനായിട്ട് പോയത്. ഏരേനായിട്ടാണ് നമ്മൾ പോയത്.
പക്ഷെ വെള്ളം വറ്റാറായ അവസ്ഥയിൽ കിടക്കണ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടാ. പക്ഷെ ഒരു കാര്യം കിട്ടി, എൻ്റെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടി. ചൂണ്ടണാൻ്റെ ഇടയിൽ നമ്മുടെ കുളത്തൊന്ന് കൈവൻ ഐസായി കയറിയായിരുന്നു. കയറിയ സ്ഥലം നഖത്തിൻ്റെ ഇടയിലായിരുന്നു കേട്ടാ. കയ്യിൽ നിന്ന് ചെറുതായി ചോരയൊക്കെ വന്നു കേട്ടാ. പക്ഷെ നമ്മൾ കാര്യമാക്കിയില്ല, തോറ്റു കൊടുത്തില്ല. അന്ന് വൈകിട്ട് തന്നെ നമ്മൾ ചൂണ്ടാൻ വേണ്ടി വീണ്ടും ഇറങ്ങി. ഇപ്രാവശ്യം ചൂണ്ടാൻ വേണ്ടി വീണ്ടും ഇറങ്ങിയത് ചാവക്കാട് അഴിമുത്തിക്ക് കേട്ടാ. എൻ്റെ ഇപ്പം എൻജോയും ഉണ്ട്. നമ്മൾ ചെമ്മീൻ വാങ്ങി നേരെ ചൂണ്ടണ സ്പോട്ടിക്ക് പോവാട്ടാ. അപ്പോൾ നമ്മളിന്ന് ചാവക്കാട് അഴിമുത്തിക്ക് ചൂണ്ടാൻ വേണ്ടി വന്നേക്കാണ്. നല്ല തിരക്കുണ്ട്, തിരക്കല്ല നല്ല തിരണ്ട്. നമുക്ക് സ്ഥിരം കിട്ടാത്ത അടൂനിയും പിന്നെ ഒരു പേരറിയാത്തൊരു മീനും കിട്ടിയിട്ടാ. ഈ മീനിൻ്റെ പേര് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഫർ ഫിഷിനെ കിട്ടി. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.